അങ്ങനെ അത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ വിഷുക്കണിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട്. കാരണം ഞാൻ എല്ലാം കൊല്ലം വിഷു ആണെങ്കിലും ഓണാണെങ്കിലും എൻ്റെ വീട്ടിലാണ് ആഘോഷിക്കാറ്. ഈ പ്രാവശ്യം അവർക്ക് വിഷു ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെറുതായിട്ടൊരു വിഷുക്കണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാട്ടോ ചെയ്തത്. അതെല്ലാം കഴിഞ്ഞൊരു 3:30 ആകുമ്പോഴേക്കും ഞാൻ എന്നെ വിളിച്ചോടുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുണുക്കമ്മനെ വിളിച്ചോടുന്നു. അവന് ഭയങ്കര പരാതിയായിരുന്നു, അവൻ്റെ വീട്ടിൽ വിഷുക്കണി വെക്കണില്ല, എനിക്ക് കണി കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ പോയിട്ട് ഞാൻ അവനും കുണിക്കിനും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലത്തെ ഒരു ആവേശം ഇന്നേക്ക് അവനുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക ക്ഷീണം കൊണ്ട് തന്നെ അവന് വിഷുക്കണി കാണണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നത്. പിന്നെ ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുവരികട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാത്തുമ്മേനും ഏട്ടൻ കുണിക്കുമോളിനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാത്തുമ്മേനെ കൈ തട്ടുക, കുട്ടിയുടെ കണ്ണ് പൊത്തിപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലാവാതെ. പിന്നെ അവൾ വേഗം കൊടുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നമ്മളെ ചക്കമ്മയും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം 3 കൊണ്ട് റൂമിൽ കൊണ്ട് കിടത്തി ഉറക്കിയിട്ടാ. അങ്ങനെ അവരുറങ്ങിയതിന് ശേഷം ഞാനും കുറച്ച് നേരം കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് വേഗം പോയി ഒരു കുളിയെല്ലാം പാസ്സാക്കി വന്ന് ആ വിളക്ക് എത്തിച്ചു കൊടുത്ത് വന്നിരുന്നു. കുറച്ച് നേരം നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് അപ്പോഴത്തെ തിരക്കിൻ്റെ ഉള്ളിൽ എനിക്ക് കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സമാധാനമായിട്ട് അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. എനിക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ ഏട്ടൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളികേരം ചെരുകിലും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ അരി അടുപ്പത്തിടാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ അരി കലത്തിലേക്ക് ഇടുക. കാരണം അത് ഈ ഒരു വർഷത്തെ ഐശ്വര്യത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവിടെ പറയുക. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാം കൊല്ലം ഞാൻ തന്നെയാണ് ചെയ്യാറ്. കാരണം അമ്മ കറി വയ്ക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ടാണ് ഞാൻ തന്നെയാണ് അരി അടുപ്പത്തിടാറ് കേട്ടോ. അപ്പോഴേക്കും തേട്ടാടെ നാളികേരം ചെരുമ്പ് ഞാൻ അതിൽ നിന്നൊക്കെ ഒന്ന് കൈയിട്ട് വരി കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ആ കൂട്ടുകറി വെക്കാനുള്ള പണിയിലാട്ടോ. അപ്പോൾ ഞാൻ ഒരു 4 കറി ഉണ്ടാക്കാമെന്നും ബാക്കിയുള്ള കറി അമ്മ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് പിന്നെ അമ്മ എനിക്ക് കറികളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനൊരു കയ്പ്പയ്ക്ക പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും പിന്നെ ഒരു കൂട്ടുകറിയും കാബേജ് ഉപ്പേരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് കാബേജ് കരിഞ്ഞിരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറികളൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കൈ ഉടക്കൻ തന്നെ എൻ്റെ അടുക്കളയൊക്കെ ക്ലീൻ ആക്കലും പണികളാണ് കേട്ടോ. ഇത് അത്യാവശ്യം നേരം ഉണ്ടായിരുന്നു ക്ലീൻ ആക്കുന്ന പരിപാടികൾ. കാരണം ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഫുഡ് ഉണ്ടാക്കും, ഞാൻ അപ്പം ഇരുന്നിട്ട് അവിടെ ക്ലീൻ ആക്കാറാണ് പതിവ്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പായസം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലട ഉണ്ടാക്കാം, അമ്മ പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള അടുക്കള ക്ലീൻ ആക്കലൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം പുറത്ത് വന്ന് നിന്നു. കാരണം രാവിലെ തൊട്ട് നിൽക്കണം, എനിക്ക് മേലും കൈയും വേദനിച്ചിട്ടും തണ്ടല് വേദനിച്ചിട്ടും തീരെ വയ്യായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിൽക്കുമ്പോഴേക്കും നമ്മളെ കുണുക്കനും കാത്തുമ്മയും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കും, നിങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ കാത്തുമ്മയ്ക്കാണ് ഒരുപാട് സംശയങ്ങളായിരുന്നു കേട്ടോ. കാരണം എപ്പോഴാണ് നമ്മളെ കാത്തുമ്മ ഇതത്തെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങിയത്. മാങ്ങ ഉണ്ടാ